ഹായ് നമസ്കാരം. എൻ്റെ പേര് റയ്യാൻ എന്നാണ്. എഡ്ക്ലിക് ബിസിആർഎമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു സിസിടിവി ഫീൽഡിൽ ബിസിനസ് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു സിആർഎം തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഡെമോ വീഡിയോ ആണ്. ഇതിൽ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെമോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണോ അതനുസരിച്ച് നമ്മൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ എഡ്ക്ലിക് ബിസിആർഎമ്മിന്റെ ഇന്റർഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ആദ്യത്തെ കാണുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിലും വെബിലൂടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നുണ്ടാവുക. അതായത് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ്. സൈൻ ഇൻ ചെയ്യാൻ നിങ്ങളുടെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ലോഗിൻ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. മൊബൈൽ ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിലും ഈ ഇങ്ങനെ വെബിലൂടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വിൻഡോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, സൈൻ ഇൻ ചെയ്യുക. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെ ഏതൊരു പ്ലാറ്റ്ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ലോഗിൻ ചെയ്യേണ്ട ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ഒരു മെയിൽ ഐ ഡി, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഈ സൈൻ ഇൻ ചെയ്യുന്നതോട് കൂടിയാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നുണ്ടാവുക, നമ്മുടെ ഈ സിആർഎം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നുണ്ടാവുക. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡാഷ്ബോർഡാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡേറ്റ് വൈസ് നമുക്ക് ഇവിടെ ഈ ഡാഷ്ബോർഡിൽ പെട്ടെന്ന് ബ്രീഫായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ലോഗോ ഉണ്ടാകുന്നത്. എഡ്ക്ലിക് ബിസിആർഎം എന്നിവിടെ കൊടുത്തിട്ടുള്ള ലോഗോ, അത് നിങ്ങളുടെ കമ്പനിയുടെ പേര് എന്താണോ ആ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, പേരും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ ഡേറ്റ് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഡേറ്റിൽ നമുക്ക് ഇന്ന ഡേറ്റിൽ നമുക്ക് എന്തൊക്കെ ഫോളോ അപ്സുകളാണ് ഉള്ളത്, ഈ എത്ര പേയ്മെന്റ് പെൻഡിങ് നമുക്ക് കിട്ടാനുണ്ട്, എത്ര സൈറ്റ് വിസിറ്റ് ഇന്നുണ്ട്, എത്ര പുതിയ ലീഡ് വന്നിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ഡേറ്റ് വൈസ് നോക്കാനാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഡേറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ക്യുക്ക് ആഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ലീഡ്, ഒരു പുതിയ ലീഡ് വന്നു, ആ ലീഡിനെ ആഡ് ചെയ്യണം. പെട്ടെന്ന് ഒരു സൈറ്റ് വിസിറ്റ് ഉണ്ടെങ്കിൽ ആ സൈറ്റിന് വിസിറ്റിനെ ആഡ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻസിലൂടെ അല്ലാതെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പുതിയ ലീഡ് ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ സൈറ്റ് വിസിറ്റ്, ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഇതിലൂടെ പറയുമ്പോൾ പറഞ്ഞുതരാം. സൈറ്റ് വിസിറ്റ്, പുതിയ കൊട്ടേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ, സർവീസ് ടിക്കറ്റ്, പുതിയ സർവീസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ടാബ്, ഈ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാനും അതുപോലെ ഡാഷ്ബോർഡിലേക്ക് എത്താനും ലോഗ് ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡാഷ്ബോർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ഒരു ദിവസം എത്ര ലീഡ് വന്നിട്ടുണ്ട്, എത്ര പേയ്മെന്റ് നമുക്ക് പെൻഡിങ് ഉണ്ട്, എത്ര വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, എത്ര അപ്രൂവ്ഡ് വർക്ക്സ് ഉണ്ട്, എത്ര സർവീസ് വന്നിട്ടുണ്ട്, എത്ര ഫോളോ അപ്സ് ഇന്ന് ഫോളോ അപ്പ് ചെയ്യാനുള്ളതുണ്ട്, എത്ര സൈറ്റ് വിസിറ്റ് ഉള്ളത് എന്നുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഓവറോൾ റിപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അത് ഡേറ്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പേയ്മെന്റ്, എത്ര പേയ്മെന്റ് കിട്ടാനുണ്ട്, ഇന്ന് എത്ര എണ്ണം കിട്ടാനുണ്ട്, നിലവിൽ ഞാൻ അടുത്ത എത്ര എണ്ണം വരാനുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഓവർ ഡ്യൂ ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്, ടോട്ടൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ഇത്രയാണെന്നുള്ളത്. പിന്നെ ഇന്ന് വന്നൊരു ലീഡാണിത്. ഇവിടെ ടുഡേസ് ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ന് വന്നൊരു ലീഡാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഫോളോ അപ്പ് ചെയ്യാനുള്ളതാണ്, ഒരു സൈറ്റ് വിസിറ്റ്, സർവീസ് വിസിറ്റ് ഉണ്ട്, അതിന് വിസിറ്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ന്യൂ ലീഡ് അപ്രൂവ്ഡ് അസൈൻഡ്, അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് അപ്രൂവ് ആയിട്ടുണ്ട്, പുതിയ ലീഡ് വന്നതാണ്, അസൈൻഡ് സർവീസ് അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ എന്തിനാണ് നമുക്ക് കസ്റ്റമർ എടുക്കും. ഇപ്പൊ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനോട് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാം എന്നുള്ളതാണ്. ഈ നമ്പർ ഒന്ന് കോപ്പി ചെയ്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഇത് വാട്സപ്പ് ആണ്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് വിൻഡിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ വാട്സപ്പും ഡയറക്റ്റ് പോയിക്കോളും. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് അറിയാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഇവിടെ ലീഡ്സിൽ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ഒരു ഡാഷ്ബോർഡ്. അതായത് ഓവറോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഡാഷ്ബോർഡ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡേറ്റ് വൈസ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ലീഡ്സ്. ഇപ്പൊ നിലവിൽ പുതിയ വന്ന ലീഡ് മനു എന്ന് പറഞ്ഞ പുതിയ ലീഡ് വന്നിട്ടുണ്ട്. അത് CCTV ഇൻസ്റ്റാളേഷൻ ആണ്. പ്രയോറിറ്റി എത്ര, മീഡിയം എന്നുള്ള കാര്യങ്ങളാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു ലീഡ് ഉണ്ടായിരുന്നു, അയാളുടെ സൈറ്റ് അപ്രൂവ്ഡ് ആണ്, നമുക്ക് ജോലി തുടങ്ങാം എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നിലവിലുള്ള നമ്മുടെ കസ്റ്റമറിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ബട്ടൺ എന്ന് പറയുന്നത് കോൾ ചെയ്യാനാണ്, ഇത് വാട്സപ്പ് ചെയ്യാനാണ്, ഇത് നമ്മുടെ പ്രൊഫൈല്. ഓക്കെ, അവരെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം, സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെയായിരിക്കും അവരുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവർ എൻക്വയറി ചെയ്തിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. നെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് 18-ാം തീയതിയാണ്. അവർ റെസിഡൻഷ്യൽ എവിടെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് വീട്ടിലാണോ, ഓഫീസിലാണോ, കമ്പനിയിൽ, അങ്ങനത്തെ രീതിയിലുള്ള റെസിഡൻഷ്യൽ വീട്ടിലാണെന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇന്ന സൈറ്റ് എവിടെ ലൊക്കേഷൻ വരുന്നത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല, അവിടെ നോക്കി കാണാൻ പറ്റും. നിങ്ങൾക്ക് പെരുമണ റോഡ് എന്ന രീതിയിലുള്ള അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, സ്റ്റാഫിന് ആർക്കാണ് ആ സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇവിടെ നമുക്കൊരു പുതിയ ലീഡിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. പുതിയ ലീഡ്, ന്യൂ ലീഡ് നോക്കുക, കസ്റ്റമർ നെയിം ഫോർ എക്സാമ്പിൾ test1 എന്ന് കൊടുത്തു ഞാൻ, അവരുടെ മൊബൈൽ നമ്പർ. ഓക്കെ,
മൊബൈൽ നമ്പർ കൊടുത്തു. അവരുടെ വാട്സപ്പ് നമ്പർ, റെസിഡൻഷ്യൽ എവിടെയാണ് ഈ കസ്റ്റമർ, റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ, ഷോപ്പിലാണ്, ഓഫീസിലാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പാർട്ട്മെന്റ്, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അതേഴ്സ്, എവിടെയാണ് അവർക്ക് വർക്ക് വേണ്ടത് ആ രീതിയിൽ വേണം. പ്ലേസ് എവിടെയാണ്, മലപ്പുറം എന്ന് കൊടുക്കാം. അവര് എങ്ങനെയാണ് നമ്മൾക്കൊരു എൻക്വയറി വന്നിട്ടുള്ളത്, ബാക്കിയാണ് നമ്മളെ ഓഫീസിലേക്ക് ഡയറക്റ്റ് വന്നതാണോ, അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയാണോ, വാട്സപ്പിലൂടെയാണോ, ഫേസ്ബുക്കിലൂടെയാണോ, ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ സൈറ്റ് അഡ്രസ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് എന്ത് സർവീസാണ് വേണ്ടത്, CCTV ഇൻസ്റ്റാളേഷൻ ആണോ, അതുപോലെ തന്നെ നമ്മുടെ IP ക്യാമറ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനാണോ, ഹോം ഓട്ടോമേഷൻ ആണോ, ആക്സസ് കൺട്രോൾ ആണോ, CCTVയുടെ സർവീസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അത് ആ ഒരു കസ്റ്റമർ എന്താണോ റിക്വയർമെന്റ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ, അതിനനുസരിച്ചുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്റ്റാഫിന് ആർക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിന്റെ പേരോട് നമ്മൾ സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു വർക്കിന്റെ പ്രയോറിറ്റി എത്രയാണെന്നുള്ളതാണ്. ലോ ആണെങ്കിൽ ലോ, മീഡിയം, ഹൈ എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഫോളോ അപ്പ് ടൈം ഇത്ര ദിവസമാണ്. ഈ സേവ് ലീഡ്, എന്തെങ്കിലും റിക്വയർമെന്റ് നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു ലീഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ലീഡിന്റെ ടാബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോളോ അപ്സ് ആണ്. ഫോളോ അപ്സ്. ഓക്കെ. നമുക്ക് എത്ര ഫോളോ അപ്പുകളാണ് പെൻഡിങ് ഉള്ളത്, എത്ര നമുക്ക് പേയ്മെന്റ് തരാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ കസ്റ്റമർ ഉണ്ടാവും, കസ്റ്റമർ വർക്ക് കഴിഞ്ഞവരുണ്ടാവും, അവർ ഇത്ര പേയ്മെന്റ് തരാനുണ്ടാവും. അപ്പൊ അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആള് റിമൈനിങ് ഡ്യൂ 9634 എന്നുള്ള എമൗണ്ട് തരാനുണ്ട്. പാർഷ്യലി പെയ്ഡ് ആണ്. കുറച്ച് എമൗണ്ട് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ നമുക്ക് ഒരു ഫോളോ അപ്പിന് നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ. ആഡ് ഫോളോ അപ്പ്, ഇന്ന കസ്റ്റമർ ആണ്, ഏത് ടൈപ്പ് ആണ്, പേയ്മെന്റ് ഫോളോ അപ്പ് ആണ്, സെയിൽസ് ഫോളോ അപ്പ് ആണ്, സർവീസ് ഫോളോ അപ്പ് ആണ്, വാറന്റി ഫോളോ അപ്പ് ആണ്, അല്ലെ. നമ്മളൊരു കസ്റ്റമർ ഉണ്ട്, ആ കസ്റ്റമറുടെ എന്ത് ഫോളോ അപ്പ് ആണ് നമുക്ക് പേയ്മെന്റ് ഫോളോ അപ്പ് ആണ്. അതായത് അയാൾ നമുക്കൊരു എമൗണ്ട് തരാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പേയ്മെന്റ് ഫോളോ അപ്പ് കൊടുക്കണം. സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ഫോളോ അപ്പ് കൊടുക്കണം. സർവീസ് ആണ്, ആൾക്ക് സർവീസ് ആണെന്നുണ്ടെങ്കിൽ സർവീസ് ഫോളോ അപ്പ് കൊടുക്കണം. എന്തായി, എങ്ങനെയാണ് സർവീസ് എന്നുള്ള കാര്യങ്ങൾ. വാറന്റി ആണെങ്കിൽ ഇന്ന വാറന്റിയുള്ള ഫോളോ അപ്പ് കൊടുക്കണം. ഓക്കെ. ഏത് ഡേറ്റിലാണ് പോകേണ്ടത്, ഏത് ഡേറ്റിലാണ്, ഏത് സമയത്താണ് വിളിക്കേണ്ടത്, അസൈൻ ചെയ്ത സ്റ്റാഫ് ആരാണ്, സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. നോട്ട്സ് കാര്യങ്ങളൊക്കെ നോക്കുക, ഔട്ട്കം എന്താണ്, നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. ആ ഫോളോ അപ്പിന് സേവ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു പുതിയ ഫോളോ അപ്പ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു പേയ്മെന്റ് ഫോളോ അപ്പ് ആണ്. ഓക്കെ. ആള് നമുക്ക് പേയ്മെന്റ് തരാനുണ്ട് എന്ന രീതിയിൽ. ഓക്കെ. ഇത് നമ്മളൊരു സെയിൽസ് ഫോളോ അപ്പ് ആണ്. ഓക്കെ. ഇവിടെ ഈ ഒരു ഇബ്രാഹിം എന്ന ആളെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഡെമോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വാട്സപ്പിൽ കോൾ ചെയ്യാനും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും നോർമൽ കോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യാം, മെസ്സേജ് ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇനി റീഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ഫോളോ അപ്പ് സെക്ഷൻ എന്ന് പറയുന്നത്. ഫോളോ അപ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും, ഇപ്പൊ ന്യൂ എൻക്വയറി വന്നത് ആരൊക്കെയാണ്, പേയ്മെന്റ് പെൻഡിങ് ആരൊക്കെയാണ്, സർവീസ് നിലവിൽ പെൻഡിങ് ഉള്ളത് ആരൊക്കെയാണെന്നുള്ളതൊക്കെ ഈ ഒരു ടാബിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കാൻ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ നമ്മളെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഫുൾ കിട്ടും. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ 2 കസ്റ്റമേഴ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മനു, അതുപോലെ തന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന 2 കസ്റ്റമേഴ്സ് ആണ്. അവരുടെ എൻറ്റയർ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ടാവും. നമ്മൾ പുതിയ ലീഡായിട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അവരുടെയൊക്കെ എൻറ്റയർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് കോൾ ചെയ്യണം, മെസ്സേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ലീഡിനെ എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ എഡിറ്റ് ചെയ്യണം, അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, ഒരു കസ്റ്റമർ നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ബട്ടണാണ് ഈ ഒരു ആഡ് കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമറുടെ പേര് എന്താണോ അതടിക്കാം, ഫോൺ നമ്പർ, വാട്സപ്പ്, കസ്റ്റമർ ടൈപ്പ്, എങ്ങനത്തെ കസ്റ്റമറാണ്, ഡീലറാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു CCTVയുടെ ഷോപ്പൊക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലിൽ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും, റീറ്റെയിലിൽ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആ രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ലീഡ് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഫേസ്ബുക്കിലോടാണ് ഈ ലീഡ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അയാളുടെ സ്റ്റാറ്റസ് എന്താണ് എന്ന രീതിയിൽ, അയാളുടെ പ്ലേസ് എന്താണ്, GST നമ്പർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓപ്ഷണലായി കൊടുക്കാം. GST കൊടുക്കുന്നുണ്ടെങ്കിൽ ഇമെയിൽ ID, നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ്, അസൈൻ സ്റ്റാഫ്, ഫോളോ അപ്പ് റിക്വയർഡ് ആണോ അല്ലേ എന്നുള്ളത് കാര്യങ്ങളൊക്കെ നോക്കാം. ആളുടെ അഡ്രസ്സ് എന്താണ് അവൈലബിൾ ആണെങ്കിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ എക്സ്റ്റേണൽ എന്തെങ്കിലും എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു കസ്റ്റമറെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഡാഷ്ബോർഡ്, ലീഡ്സ്, ഫോളോ അപ്സ്, കസ്റ്റമേഴ്സ് ആണ് ആയിട്ടുള്ളത്. ഇനി സൈറ്റ് വിസിറ്റ്. നമുക്കറിയാം നമ്മുടെ CCTV ഫീൽഡിലൊക്കെ ഒരുപാട് സൈറ്റ് വിസിറ്റുകൾ ഉണ്ടാവും, അല്ലെ. വർക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടി വരും. സൈറ്റ് വിസിറ്റ് ഷെഡ്യൂളിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സെക്ഷനാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഒരു സൈറ്റ് ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഷെഡ്യൂൾ വിസിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
കസ്റ്റമർ എന്തെങ്കിലും ഇപ്പൊ നിലവിലുള്ള നമ്മളെ കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു, ഒരു മനു എന്ന് പറഞ്ഞ എൻക്വയറി വന്നു. ആ മനുവിനെ നമ്മൾ ലീഡാക്കിയിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, നമ്മളെ CRM-ലേക്ക് എൻ്റർ ചെയ്തു. അപ്പൊ ആ മനുവിന്റെ വീട്ടിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ മനുവിനെ ചൂസ് ചെയ്യാം. എന്തൊക്കെയാണ് ഷെഡ്യൂൾഡ്. അത് നമ്മൾ ഈ ആളുടെ ലൊക്കേഷനൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മളെ ലീഡിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന അഡ്രസ്സ് എവിടെയാണോ ആ ഡേറ്റ് ഇടുക, ടൈം ഇടുക, അസൈൻ ചെയ്തിട്ടുണ്ട്. അസൈൻ ചെയ്ത പേഴ്സൺ ആരാണോ ആ പേഴ്സൺ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ഫോൺ കാര്യങ്ങൾ, വീടാണെങ്കിൽ വീട്, സൈറ്റ് ടൈപ്പ് നമ്മളെ വീട്ടിലേക്കാണ് സൈറ്റ് വിസിറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക്, ഒരു ഗോഡൌണിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി കസ്റ്റമർ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റ് നമുക്ക് ഇവിടെ നോട്ട് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് കൊടുത്തിട്ട് ഷെഡ്യൂൾ വിസിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റ് വിസിറ്റ് ഇവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ വിസിറ്റ് ചെയ്തതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് അനുസരിച്ച് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് കൊട്ടേഷൻ എന്നുള്ളത്, ഞാൻ പറഞ്ഞുതരാം. ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു കൊട്ടേഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് ചാടും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളൊരു സൈറ്റ് വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ടാബ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളൊരു കസ്റ്റമറെ ആഡ് ചെയ്തതുകൊണ്ട് അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അത് ആരാണെന്നുള്ളത് മാത്രം നമുക്ക് ഇവിടെ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇനി കൊട്ടേഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർ ചോദിക്കുന്നത് ഒരു കൊട്ടേഷൻ ആയിരിക്കും. നിങ്ങൾ ഡെമോ കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ഉള്ള കൊട്ടേഷൻ അയച്ചു തരാമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൊട്ടേഷൻസ് എന്ന് പറഞ്ഞ ടാബിലേക്ക് കൊടുക്കുക. ആക്കിയൊക്കെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ. ഇപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ് ന്യൂ കൊട്ടേഷൻ എന്ന് കൊടുത്തു. ന്യൂ കൊട്ടേഷൻ ഏത് കസ്റ്റമർ ആണ് ആ കസ്റ്റമറുടെ പേര് കൊടുക്കുന്നു. സൈറ്റ് വിസിറ്റ് എന്തായിട്ടുണ്ട് എന്ന് കൊടുക്കുക. കൊട്ടേഷൻ ഡേറ്റ് എന്നാണ്. ഈ കൊട്ടേഷൻ എത്ര കാലം വരെ ഉണ്ടാവും എന്നുള്ളത്. അതിനുശേഷം ഇപ്പൊ റേറ്റ് ഒക്കെ മാറുന്നതനുസരിച്ച് ഉണ്ടാവുമല്ലോ. ഈ കൊട്ടേഷൻ 2 ദിവസത്തെ വാലിഡിറ്റി ഉള്ളൂ, അത് കഴിഞ്ഞ വേറെ കൊട്ടേഷൻ ആയിരിക്കും എന്ന രീതിയിൽ നമുക്കൊരു വാലിഡിറ്റി ടൈം കൊടുക്കാൻ പറ്റും, എൻഡിങ് ടൈം. പിന്നെ അതിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന രീതിയിൽ കൊടുക്കാം. സൈറ്റിന്റെ അഡ്രസ്സ് കൊടുക്കാം. ആൾക്ക് ആ കൊട്ടേഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, CCTV ക്യാമറ എത്ര എണ്ണം വേണം, ഈ ഒരു 2 MB ക്യാമറ ക്വാണ്ടിറ്റി 2 എണ്ണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്താണ് ആളുടെ പ്രൊഡക്റ്റ്, ഇപ്പൊ NVR ആണെങ്കിൽ NVR 1, CCTV 1 എന്ന രീതിയിലുള്ള എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. പുതുതായിട്ട് ആഡ് ഐറ്റം. അപ്പൊ രണ്ടാമത്തെ ഇത് വരും. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് ഫസ്റ്റത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. നമ്മളിവിടെ CCTV ക്യാമറ കൊടുത്തു. രണ്ടാമത്തെ ഇവിടെ ആഡ് ഐറ്റം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടുത്തത് NVR ആണെങ്കിൽ NVR കൊടുത്തു. ഏത് ബ്രാൻഡ് ആണെന്നില്ല അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഡെമോ കൊടുത്തിട്ടുള്ളായിരുന്നു. നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണെന്നുള്ള ആ പ്രൊഡക്റ്റുകളൊക്കെ ലിസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നതാണ്. റിക്വയർമെന്റ് ഏത് ബ്രാൻഡാണ്, ഇപ്പൊ ഇക്വിഷൻ ആണ് ഇക്വിഷൻ, CP+ ആണെങ്കിൽ CP+ എന്ന രീതിയിലുള്ള ബ്രാൻഡുകൾ എന്താണോ, അതിന്റെ മോഡൽ എന്താണ്, ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര നമ്പർ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ, അതിന്റെ റേറ്റ് എത്രയാണ്, GST ഉണ്ടെങ്കിൽ GST, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. കൊട്ടേഷൻ കൊടുക്കാണല്ലോ, കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓവറോൾ ഡിസ്കൗണ്ട് ഇല്ലേ, ആ കൊട്ടേഷനിൽ ഓവറോൾ ഡിസ്കൗണ്ട് ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അഡീഷൻ ചാർജ് ഉണ്ടെങ്കിൽ അങ്ങനെ, വാറന്റി ഉണ്ടെങ്കിൽ അങ്ങനെ, പേയ്മെന്റ് ടേംസ്, ഇൻസ്റ്റാളേഷൻ ടേംസ്, റീമാർക്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതോട് കൂടി അവിടെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ CCTV ക്യാമറ 2 MB ക്യാമറ കൊടുക്കുന്നതോട് കൂടി 2 എണ്ണം കൊടുത്തപ്പോൾ 5000 രൂപ എന്ന് വന്നു. അപ്പോൾ ഇവിടെ 5000 എന്നുള്ളത് 900 നമുക്ക് ടാക്സുമായിട്ട് കണക്കൂട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആ ഒരു സെക്ഷൻ കൊട്ടേഷൻ ക്രിയേറ്റ് ഉള്ള സെക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ഇവിടെ കൊട്ടേഷൻ കൊടുത്ത് അപ്രൂവ് ആയി, എന്നിട്ട് കൺവേർട്ട് ടു വർക്ക് ഓർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ഓർഡേഴ്സിലേക്ക് മാറുന്നതാണ്. ഓക്കെ. കൊട്ടേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഓർഡർ ആയി, ആ ഒരു വർക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വർക്ക് എടുക്കുന്നുള്ളത്. അപ്പൊ ആ വർക്ക് ഓർഡേഴ്സ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഓർഡറിലേക്ക് മാറും. അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വർക്ക് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കൊട്ടേഷൻ കഴിഞ്ഞ് അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു ആളുടെ വർക്ക് ഓർഡേഴ്സ് ഇവിടെ ഉണ്ട്. ആളുടെ പാർഷ്യലി പെയ്ഡ് ആണ്, നമ്മൾ വർക്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഇത്രയാണ് പേ ചെയ്യാനുള്ളത്, കുറച്ച് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കിട്ടും. ഇനി പുതിയ വർക്ക് ഓർഡർ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ വർക്ക് ഓർഡർ കൊടുക്കുക. കസ്റ്റമർ എന്താണോ അപ്രൂവ്ഡ് കാര്യങ്ങൾ, അഡ്വാൻസ് റിസീവ്ഡ് ഡേറ്റ്, അഡ്വാൻസ് എമൗണ്ട് നമ്മുടെ വർക്ക് എടുക്കുമ്പോൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വാങ്ങുമല്ലോ. ആ അഡ്വാൻസ് എമൗണ്ട് എത്രയാണ്, അഡ്വാൻസ്ഡ് റിസീവ് എന്നാണ് നമുക്ക് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നമുക്ക് കിട്ടിയത്, അത് ക്യാഷിലൂടെയാണ്, UPI ബാങ്ക് ട്രാൻസ്ഫർ, ചെക്ക്, കാർഡ്, എങ്ങനെയാണോ അതൊരു മോഡ് എങ്ങനെയാണ് ഉള്ളത് ചൂസ് ചെയ്യാം. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഇത്രാമത്തെ ദിവസമാണ്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ദിവസത്തിലാണ്. അപ്പോൾ ആ ഡേറ്റ് ഇവിടെ കൊടുക്കാം. അസൈൻ ചെയ്തിട്ട് ടെക്നീഷ്യൻ ആരാണോ അസൈൻ ചെയ്ത ടെക്നീഷ്യനോട് നമുക്ക്
ചൂസ് ചെയ്യാം. ആ ടീം എങ്ങനെയാണ് ടീം നമുക്ക് സെലക്ട് ചെയ്യാം. അല്ല മീൻസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ആൾ എന്തെങ്കിലും ബാലൻസ് പേയ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ, നിലവിലൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. സൈറ്റിന്റെ അഡ്രസ്സ്, വർക്ക് നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്ക് നോട്ട് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഒരു വർക്ക് ഓർഡർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊട്ടേഷൻസും വർക്ക് ഓർഡേഴ്സും കഴിഞ്ഞ് ഇനി പേയ്മെന്റ്. നമുക്കറിയാം പല കസ്റ്റമേഴ്സും നമുക്ക് പേയ്മെന്റ് ചെയ്യാനും പേയ്മെന്റ് പെൻഡിങ്ങിൽ വെക്കുന്നതും കുറച്ച് അഡ്വാൻസ് തരുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പേയ്മെന്റ് വർക്ക് കഴിഞ്ഞിട്ടും ചിലപ്പോൾ കുറച്ച് പേയ്മെന്റ് തരാനൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ പുതിയ റെക്കോർഡ് പേയ്മെന്റ് നമുക്ക് വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വർക്ക് ഓർഡേഴ്സിലൊക്കെ നമുക്ക് കൊടുക്കാം. ആ കൊടുത്താൽ തന്നെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും എത്ര ബാലൻസ് കൊടുക്കുന്നത്. ഇനി ഡയറക്റ്റ് നിങ്ങൾക്ക് പേയ്മെന്റ് റെക്കോർഡ് പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. വർക്ക് ഓർഡർ ഇന്ന ഇബ്രാഹിമിന്റെ ആയിരുന്നു, എമൗണ്ട് ഇത്ര അടിച്ചിട്ടുണ്ട്, പേയ്മെന്റ് റഫറൻസ് നമ്പർ, റീമാർക്ക് ഇത്ര അടക്കാനുണ്ട് എന്നുള്ളത് പേയ്മെന്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ വർക്കുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവറോൾ നമുക്ക് ഇത്ര പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ഡേറ്റിൽ ഇത്ര നമുക്ക് ഇനി കിട്ടാനുണ്ട് എന്ന രീതിയിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം സർവീസ്, വെറും ഇൻസ്റ്റാളേഷൻ മാത്രമല്ല നമുക്ക് സർവീസും കൂടി ഉണ്ടാവില്ലേ. നമ്മുടെ CCTV ഫീൽഡിൽ നമുക്ക് സർവീസും മേജർ ഒരു റോൾ തന്നെയാണ്. അപ്പൊ ആ സർവീസ് എവിടേക്ക് നമുക്ക് സർവീസ് ഉണ്ട്, ആ സർവീസ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടാബിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഒരാൾ പുതിയ സർവീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ ടിക്കറ്റ് കൊടുക്കുക. ന്യൂ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു കസ്റ്റമർ ആണ്, ആ ഒരു കസ്റ്റമറെ നമ്മുടെ കസ്റ്റമർ ആയിരിക്കുമല്ലോ നമുക്ക് സർവീസ് തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആണ് നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യണമെന്നുള്ളതാണ്. ആളുടെ ഇൻസ്റ്റാളേഷൻ ഇതായിരുന്നു, ആളുടെ കംപ്ലൈന്റ് എന്താണെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ പ്രയോറിറ്റി, ഈ ഒരു സർവീസിന്റെ പ്രയോറിറ്റി നമുക്ക് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാൻ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രയോറിറ്റി എത്രയാണോ ആ ഒരു പ്രയോറിറ്റി നമുക്ക് ലോ, മീഡിയം, ഹൈ എന്നൊരു ബേസിൽ കൊടുക്കാൻ പറ്റും. എന്താ അതിന്റെ സ്റ്റാറ്റസ് എന്നുള്ളത്, നമുക്ക് നിലവിൽ ഒരു വിസിറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ പോയിട്ടുണ്ട് എന്ന രീതിയിൽ, ഡയഗ്നോസിസ് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്താണോ ആ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആ സ്റ്റേജ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്, അല്ലെങ്കിൽ സർവീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്, ക്ലോസ് ഇനി ക്ലോസ് എന്നുള്ളത്. ഇനി വാറന്റി ഇൻവാറന്റി ആണോ അല്ലെങ്കിൽ വാറന്റി ഇല്ലാത്തതാണോ എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു സർവീസിന് അസൈൻ ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻ ഉണ്ടാവും, അയാളുടെ പേര് നമുക്കറിയാലോ, നമുക്ക് സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റാഫിൽ ഏതെങ്കിലും ഒരാളായിരിക്കുമല്ലോ അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ സ്റ്റാഫിന്റെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. എന്നാണോ വിസിറ്റ് ചെയ്ത ഡേറ്റ്, റിക്വസ്റ്റഡ് ഡേറ്റ്, അയാൾ എന്നാണോ നമുക്ക് സർവീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് കൊടുക്കാം. വിസിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്നാണോ ആ ഡേറ്റും ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ടൈമും കൊടുക്കുക. സൈറ്റിന്റെ അഡ്രസ്സ് ഇവിടെ നമുക്ക് പാർഷ്യലി നമുക്ക് മാനുവലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും പ്രോബ്ലം ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഇപ്പൊ അവിടെ ഇന്ന ക്യാമറയിൽ കണക്ടറിന്റെ പ്രശ്നമായിരുന്നു എന്ന രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ കണക്ടർ പ്രോബ്ലം ചേഞ്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. വർക്ക് ഡൺ ആയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ ആ നോട്ട്സും ആഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പാർട്സുകൾ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ കണക്ടേഴ്സിന്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ കണക്ടർ മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കണക്ടർ ബേസിൽ നമുക്ക് ഇവിടെ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്ര എമൗണ്ട് ആണ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ 600 rupees നമ്മുടെ സർവീസ് ചാർജ് ആണ് ടോട്ടൽ വന്നിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, പാർട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മളിവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഹാർഡ് ഡിസ്കിന്റെ നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഹാർഡ് ഡിസ്ക് എൻ്റർ ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ക്യാമറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്യാമറയാണ് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു 2MB IP ക്യാമറ സെലക്ട് ചെയ്യുന്നത്, അതിൽ എത്ര ഒരു ക്വാണ്ടിറ്റി ആണ്, ഇന്ന എത്ര നമ്പർ ആണ് എന്ന രീതിയിൽ അതിന്റെ എമൗണ്ട് എത്രയാണ്, വാറണ്ടി 12 മാസമാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ ലേബർ ചാർജ് അടക്കം ആ പ്രൊഡക്റ്റിന്റെ ചാർജും ലേബർ ചാർജും അടക്കം ഇത്ര രൂപയാണ്, ടാക്സ് അടക്കം ഇത്ര രൂപയാണ്, ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് അടക്കം ഇത്ര രൂപയാണെന്നുള്ളത് നമുക്കിവിടെ ടോട്ടൽ സർവീസ് എമൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുമെന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതെല്ലാം ഒന്നുകൂടി പാർട്സ് ആഡ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട് കൂടി ആഡ് ചെയ്യാം. ഇവിടെ താഴെ നമുക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും, പ്രൊഡക്റ്റ് പാർട്ട്, അടുത്ത പാർട്ട് മീൻസ് നമ്മൾ പ്രൊഡക്റ്റ് എന്താണോ റീപ്ലേസ് ചെയ്തിട്ടുള്ള ആ റീപ്ലേസ് ചെയ്ത പ്രൊഡക്റ്റ് നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്താണോ ആ ഡേറ്റ് പറയുക. എന്തെങ്കിലും ടെക്നീഷ്യന്റെ റീമാർക്സുകൾ ഉണ്ടെങ്കിൽ ആ ടെക്നീഷ്യൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോയിന്റ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ റീമാർക്സ് ഇവിടെ ആഡ് ചെയ്തിട്ട് ആ ടിക്കറ്റ് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളൊരു സർവീസ് ടിക്കറ്റ് ആണ് നമ്മളിവിടെ സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടിക്കറ്റ് ഇതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ കാണാൻ പറ്റും. നമുക്ക് 2 ടിക്കറ്റ് ഇവിടെ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇതിൽ. അപ്പൊ ഇവരുടെ പ്രയോറിറ്റി ഹൈ ആണ്, അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് പുതിയൊരു ടിക്കറ്റ് വന്നതാണ്, നമുക്ക് പുതിയൊരു സർവീസ് വന്നതാണ്, ഇൻവാറന്റി ഉള്ളതിനെയാണ് രണ്ടും എന്ന രീതിയിലൊക്കെ ആ ഒരു ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, സൈറ്റ് ഇവിടെയാണ്, ആ പാർട്സ് ഇത്രയാണ് എന്നുള്ളത്, ടോട്ടൽ ചാർജ്, വിസിറ്റ് ചെയ്തിട്ടുള്ളത്, ടെക്നീഷ്യൻ ആരാണ് വിസിറ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻ എന്നുള്ളത് കൂടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളിൽ നോക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ബ്രീഫായിട്ട് നമുക്ക് അവിടെ പുറത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റാൾഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്ന അതിന് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇവിടെ സർവീസ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ടിക്കറ്റിന്റെ ഒരു കോഡാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സർവീസിന്റെ ഒരു
ടാബ് എന്ന് പറയുന്നത്, ഈ സർവീസിലെ എല്ലാ കാര്യങ്ങളും. ഇവിടെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ 2 സർവീസ് നമുക്കിവിടെ ഉള്ളൂ. പക്ഷെ ഒരുപാട് സർവീസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആളുടെ പേരോ ആ പേര് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇബ്രാഹിം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി 2 ഇബ്രാഹിം ഉണ്ടായതുകൊണ്ട് നമ്മൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പേരടിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ബേസ് ചെയ്തിട്ട് ആ കംപ്ലൈന്റ് എന്താണോ, ഇപ്പോൾ ക്യാമറ പ്രോബ്ലം എന്തായാലും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ക്യാമറ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ആ ക്യാമറ പ്രോബ്ലം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കാം, വിസിറ്റ് ഷെഡ്യൂൾഡ് ആരൊക്കെയാണ്, ടെക്നീഷ്യൻ വിസിറ്റഡ് മോഡിലേക്ക് ആരെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സർവീസ് അവിടെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ ഓൾ സ്റ്റാറ്റസ് എല്ലാ സർവീസുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് വരുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സർവീസിന്റെ ടാബ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നോക്കുക, പ്രൊഡക്റ്റ് ഓർ സർവീസ്. നമുക്കറിയാം ഒരുപാട് പ്രൊഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടാവും അല്ലെ, CCTVയുടെ ക്യാമറ കാര്യങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ക്യാമറയാണ് പ്രൊഡക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വരുന്ന ഇപ്പോൾ ഹാർഡ് ഡിസ്കുകൾ, NVRകൾ, അങ്ങനെ കുറേ ഇഷ്ടം പോലെ നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ക്യാമറകളാണെങ്കിൽ പല മോഡലുകൾ വരുന്നു. 2MB ഇക്വേഷൻ്റെ തന്നെ 2MB ഉണ്ടാവും, 4MB 5MB മോഡലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ളത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെർച്ച് ചെയ്യാനാണ്, ബ്രാൻഡ് മോഡലൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിലവിൽ ഞാൻ ഇവിടെ നിന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് നെയിം എന്താണോ പ്രൊഡക്റ്റ് നെയിം എന്ന് കൊടുക്കാം. പ്രൊഡക്റ്റ് ടൈപ്പ് ഫിസിക്കൽ പ്രൊഡക്റ്റ്, സർവീസ് ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്നുള്ളത് കൊടുക്കാം. ഏത് ബ്രാൻഡാണോ, ഇക്വേഷൻ ആണ് ഇക്വേഷൻ, CP+ ആണ് CP+, TP ലിങ്ക് ആണ് TP ലിങ്ക്. ബ്രാൻഡുകളുണ്ടോ, പല ബ്രാൻഡുകളുണ്ടോ, ആ ബ്രാൻഡ് എന്താണോ ആ ബ്രാൻഡ് കൊടുക്കുക. നമ്മളെ കാറ്റഗറി ക്യാമറ ആണെങ്കിൽ ക്യാമറ, അല്ലെങ്കിൽ നമ്മളെ NVR ആണെങ്കിൽ NVR, കേബിൾ ആണെങ്കിൽ കേബിൾ, കണക്ടേഴ്സ്, ഇങ്ങനെ എന്ത് കാറ്റഗറി ആണോ ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അത് കൊടുക്കുക. അതിന്റെ മോഡൽ കൊടുക്കുക, എത്ര എണ്ണം നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്, 2 എണ്ണം എന്നുള്ളത് കൊടുക്കാം. അതിന്റെ വാറന്റി പീരീഡ് എത്രയാണ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ വാറന്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. ആ ഒരു ക്യാമറയുടെ 1 ഇയർ ആണ് അതിന്റെ വാറന്റി എന്ന് പറയുന്നത്. അതിന്റെ MRP എത്രയാണ്, റീറ്റെയിൽ പ്രൈസ് എത്രയാണ്, ഹോൾസെയിൽ പ്രൈസ് എത്രയാണ്, കോസ്റ്റ് പ്രൈസ് അഥവാ മിനിമം സെല്ലിംഗ് പ്രൈസ്, മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും, GST എത്ര ശതമാനമാണ് വരുന്നത്, സ്റ്റോക്ക് ക്വാണ്ടിറ്റി എത്രയുണ്ട്, മിനിമം സ്റ്റോക്ക് എത്ര വേണം എന്നുള്ളത്, സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ, അല്ലെങ്കിൽ ബാർകോഡ് എന്ന രീതിയിലൂടെ നോക്കാം. പിന്നെ എന്തെങ്കിലും റീമാർക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും റീമാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റീമാർക്ക് കൊടുക്കാം. പിന്നെ ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് നമ്മളെ സ്റ്റോക്കിൽ ഉണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ ആക്റ്റീവ് എന്ന് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ആ സ്റ്റേവ് പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുതിയ പ്രൊഡക്റ്റ് അവിടെ ക്രിയേറ്റ് ആയി വരും. ഇതുപോലെ ക്രിയേറ്റ് ആയി വരും. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റുകൾ ഇങ്ങനെ താഴേക്ക് വരും. നമുക്ക് നിലവിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്, ബട്ടൺസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എഡിറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റാം, അല്ലെങ്കിൽ ഇതിന്റെ വാറന്റി പീരീഡ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ വാറന്റി പീരീഡ് നമുക്ക് ശരിക്കും 6 മാസം മതി. എന്നിട്ട് 6 മാസം കൊടുക്കുക, സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാറന്റി പീരീഡ് ആ ഒരു ക്യാമറന്റെ മാത്രം കുറച്ച് നമ്മൾ എഡിറ്റ്, ഇങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ എത്ര പ്രൊഡക്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഏത് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും പല ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് സർവീസും ആ ഒരു ഇതിന്റെ ടാബ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം സ്റ്റാഫ്. ലെഫ്റ്റ് സൈഡിൽ നോക്കാം സ്റ്റാഫ്. നമുക്കറിയാം നിങ്ങളുടെ കമ്പനിയിൽ 1 അല്ലെങ്കിൽ 2 3 അധികം സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. ആ സ്റ്റാഫുകൾക്ക് ഓരോ അസൈൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ അസൈൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാഫുകൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ പുതിയ ആഡ് സ്റ്റാഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ പുതിയ നെയിം എന്താണോ, ഫുൾ നെയിം എന്താണോ, പുതിയ സ്റ്റാഫിന്റെ നെയിം എന്താണോ, ഫോൺ എന്താണോ, ഇമെയിൽ, ലോഗിൻ ID നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ, സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇമെയിൽ ID അല്ലെങ്കിൽ ലോഗിൻ ID ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ ഒരു ലോഗിൻ ID വേണമെങ്കിൽ ലോഗിൻ ID കൊടുക്കാമെന്നുള്ളതാണ്. പിന്നെ ആളുടെ റോൾ എന്താണ്, നമ്മുടെ ബ്രീഫായിട്ട് ഇത്ര കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ ടെക്നീഷ്യനാണ്, സർവീസ് ടെക്നീഷ്യനാണ്, അങ്ങനെ രീതിയിൽ കൊടുക്കണേ, സെയിൽസ് ഓഫീസറാണ് എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആളുടെ റോൾ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അവരുടെ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനും ബാക്കപ്പ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. ടെമ്പററി ആയിട്ടൊരു പാസ്വേഡ് അവർക്ക് കൊടുക്കാം ലോഗിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് അഡ്മിനാണ്, അഡ്മിൻ ബേസിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് സെറ്റിംഗ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്, മാനേജ് ചെയ്യാൻ പറ്റുന്നതും. ഒരു സ്റ്റാഫിന് അത്രയും റോള് കൊടുക്കേണ്ട, അത്രയും പെർമിഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, അവർക്ക് ഒരു ലോഗിൻ ID, അവർക്ക് ഒരു പാസ്വേഡും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അലോ ചെയ്ത് അല്ലെങ്കിൽ പെർമിഷൻ ചെയ്തിട്ട് കൊടുത്താൽ മതി. അവർക്ക് ഇപ്പോൾ സൈറ്റ് വിസിറ്റ് ഒക്കെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുതിയ സ്റ്റാഫ് ഉണ്ടാക്കാനൊന്നും അവർക്ക് വേണ്ട, അതൊക്കെ അഡ്മിൻ മാത്രം ചെയ്താൽ മതി എന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഓപ്ഷൻസ് കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന രീതിയിൽ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മളൊരു ആളുടെ പേരും ഫോണും ലോഗിൻ ID ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടെമ്പററി പാസ്വേഡും കൊടുത്ത് ആഡ് സ്റ്റാഫ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റാഫിനെ ക്രിയേറ്റ് ആവുന്നതാണ്.
ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എന്ന് കൊടുത്തു, ഫോൺ നമ്പർ 81234678 കൊടുത്തു, ഇമെയിൽ ഐ ഡി എന്ന് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ലോഗിൻ ഐ ഡി 123 എന്ന് കൊടുക്കുന്നു. ആളുടെ റോൾ എന്ന് പറയുന്നത് അഡ്മിൻ ആണ് എന്ന രീതിയിൽ കൊടുക്കുക. ടെമ്പററി പാസ്വേഡ് കൊടുക്കാം, 123 എന്ന് കൊടുക്കുക. സ്റ്റാഫ് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നിലവിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റാഫേ ഉള്ളൂ, റയ്യാൻ എന്ന് പറയുന്ന സ്റ്റാഫാണ്. നമുക്കതല്ല, രണ്ടാമതൊരു സ്റ്റാഫ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ടെസ്റ്റ്. ഇങ്ങനെ നമുക്കൊരു സ്റ്റാഫിനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇത് ഓണറാണ്, ഇത് അഡ്മിൻ ആണ് എന്ന രീതിയിൽ അവരുടെ റോൾ എന്താണോ ആ ബേസ് ചെയ്തിട്ട് കൊടുക്കാം. മാനേജ് റോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഓപ്ഷൻ കാണാൻ പറ്റും, മാനേജ് റോൾ. ഒരു പുതിയ റോൾ ഇപ്പൊ നമ്മളവിടെ കണ്ടു, അഡ്മിന്, ഓണർ എന്ന റോളുകളാണ് കണ്ടത്. നമുക്കതല്ല, പുതിയതായിട്ട് റോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റോള് പുതിയ കൊടുക്കുക. നമുക്ക് എന്താണ് ഇപ്പോ ടെക്നീഷ്യൻ എന്ന് കൊടുക്കാം. ടെക്നിക്കൽ സ്റ്റാഫ് കാര്യങ്ങൾ കൊടുക്കട്ടെ. ആഡ് റോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്നീഷ്യൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സ്റ്റാഫിൽ തന്നെ കയറിയിട്ട് ഫോർ എക്സാമ്പിൾ ഇതിനെ എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടെക്നീഷ്യൻ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പുതിയതായിട്ടുള്ള ഒരു റോളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഇവിടെ സെയിൽസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റോൾ അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു റോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ടെക്നീഷ്യൻ ആയി കൊടുത്തു, ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആളെന്താണ്, ടെക്നീഷ്യൻ ആണ്. ഈ ആളുടെ മെയിൽ ഐ ഡി test@gmail.com എന്നുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെർമിഷൻസ് ഉള്ളൂ. പക്ഷെ ഓണറിന് അങ്ങനെയല്ല, ഈ സ്റ്റാഫുകൾ ഉണ്ടാക്കാനും എല്ലാത്തിനും പെർമിഷൻസ് ഉള്ള ആൾ ഇയാളാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്റ്റാഫിനെ ആഡ് ചെയ്യാം. ആ സ്റ്റാഫിന് ഓരോ റോളുകളും കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവരെ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് റോൾ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, അവിടെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരെ റോളിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇത് വരുന്നത്. നമുക്കറിയാം, ഇപ്പൊ മൊബൈൽ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ മാറ്റാം. ഈ ലോഗിൻ ഐ ഡി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ അവരെ ഡിസേബിൾ, ഇപ്പൊ ആ ഒരു സ്റ്റാഫ് പോയി, നമുക്ക് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഡിസേബിൾ ചെയ്തിടാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്തിടാം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ പാസ്വേഡ്, നമുക്കറിയാം ലോഗിൻ ഐ ഡിയും പാസ്വേഡ് ഉണ്ടാവും അല്ലെ, ആ പാസ്വേഡ് എങ്ങനെ മറന്നു കഴിഞ്ഞാൽ ആ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പുതിയ പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാഫ് ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമുക്ക് റോള് പുതിയതായിട്ട് ആഡ് ചെയ്യാനും പുതിയ സ്റ്റാഫിനെ ആഡ് ചെയ്യാനും ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ ഇവിടെ ആയിരിക്കും കേട്ടോ ഈ രണ്ട് ടാബുകൾ വരുന്നതാണ്. സ്റ്റാഫുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാനും പറ്റും. ഓക്കെ, ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കാം, നമുക്ക് നെക്സ്റ്റ് ആണ് വരുന്നത് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് മന്ത്ലി നമുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കേണ്ടി വരും. നമ്മൾ എത്ര സെയിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര നമുക്ക് സർവീസ് ഉണ്ട്, എത്ര പേയ്മെന്റ് നമുക്ക് പെൻഡിങ് ഉണ്ട്, എത്ര നമുക്ക് പേയ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള പല റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കതൊരു ഡേറ്റ് വൈസ് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഇന്നത്തെ റിപ്പോർട്ട്സ് നമ്മൾ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇന്നത്തെ റിപ്പോർട്ടിൽ 2 കസ്റ്റമർ ആണ്, ഒരു പ്രൊഡക്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ളത്, ഒരു കൊട്ടേഷൻസ് അപ്രൂവ് ആയിട്ടുണ്ട്, ഒരു വർക്ക് ഓർഡർ ഉണ്ട്. നമുക്ക് ഈ ഒരു കൊട്ടേഷൻസിന് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ കോൺട്രാക്ട് വാല്യൂ ഇത്രയാണ്, നമുക്ക് 25,000 രൂപ കിട്ടിയിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഇത്രയാണ് എന്ന രീതിയിലുള്ള ഓവറോൾ റിപ്പോർട്ട്സ് നമുക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇന്നലത്തെ ആണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ രീതിയിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഈ ആഴ്ചത്തെ റിപ്പോർട്ട്സ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിലെ ഈ വീക്കിലെ റിപ്പോർട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഈ മാസത്തിലാണെങ്കിൽ ഈ മാസം, ലാസ്റ്റ് മന്ത് ആണെങ്കിൽ ലാസ്റ്റ് മന്ത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഡേറ്റ് ഉണ്ട്, ഒരു കസ്റ്റം ഡേറ്റ് ഉണ്ട്, ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റം റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡേറ്റിന്റെ ഓപ്ഷൻസ് വരും. അപ്പോൾ 1-ാം തീയതി മുതൽ കൊടുക്കുക, എത്ര ഡേറ്റ് ആണോ 18 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിലുള്ള ഡീറ്റെയിൽസ് മൊത്തം, ആ ഡേറ്റിലുള്ള റിപ്പോർട്ട്സുകൾ മൊത്തം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും, നമുക്ക് ഇത്ര കാര്യങ്ങൾ ഉണ്ട് എന്നൊരു ഐഡിയ കിട്ടും. പിന്നെ ഇത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കാം, പെർമിഷൻ കൊടുക്കാം. റോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനി ബേസിൽ ഇരിക്കണം, നിങ്ങളെ സ്റ്റാഫിന് റിപ്പോർട്ട്സ് കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അഡ്മിൻ മാത്രം ഓപ്ഷൻസ് ആക്കിയിട്ട് അങ്ങനെയും കൊടുക്കുക എന്നുള്ളതാണ് റിപ്പോർട്ട്സ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ബ്രീഫായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇന്ന സൈറ്റിൽ നിന്ന് നമ്മുടെ വർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള, പേയ്മെന്റ് റിസീവ്ഡ് ഇന്ന നമ്മുടെ വർക്ക് ID അല്ലെ, നമ്മൾ സൈറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് ഐഡിയിൽ നിന്ന് ഇത്ര അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്, ഇത്ര ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ സ്റ്റാഫുടെ പെർഫോമൻസ്, ഈ സ്റ്റാഫുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു സെയിൽ കിട്ടും. ഈ സ്റ്റാഫ് ഇത്ര സെയിൽ നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വർക്ക് ഓർഡർ, കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഒരു ബ്രീഫ് ആയിട്ടുള്ള, ബ്രീഫ് മീൻസ് ഒരു ഫുൾ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു മന്തിൽ ഇത്ര കസ്റ്റമർ ടൈപ്പ് വന്നിട്ടുണ്ട്, ഇത്ര നമ്മുടെ സർവീസുകൾ വന്നിട്ടുണ്ട്, ഇത്ര സർവീസ് ക്ലോസ് ആയിട്ടുണ്ട്, ഇത്ര കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഓവറോൾ റിപ്പോർട്ട്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു ടാബിലൂടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് നോക്കുക ടെക്നിക്കൽ മാസ്റ്റേഴ്സ്. ഈ ഒരു ടെക്നിക്കൽ മാസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ക്യാമറ ടൈപ്സ്, റെക്കോർഡർ ടൈപ്സ്, സ്റ്റോറേജ് ഓപ്ഷൻസ്, കേബിളിംഗ് ടൈപ്സ്, ഇന്റർനെറ്റ് അവൈലബിലിറ്റി എന്നുള്ള കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ കമ്പനിയിൽ എത്ര മോഡലുകളുണ്ട്. ഇപ്പോൾ ഒരു ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാമറക്ക് പല ടൈപ്പ് മോഡലുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കണക്ടർ ആണെന്നുണ്ടെങ്കിൽ പല ടൈപ്പ്. ഇപ്പോൾ RJ40 കണക്ടേഴ്സ് ഉണ്ട്, BNC കണക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ റെക്കോർഡർ NVR ഉണ്ട്, DVR ഉണ്ട്, പല ടൈപ്പിൽ വരുന്നുണ്ട്. ആ NVR 8 ചാനൽ ഉണ്ടാവും, 16 ചാനൽ ഉണ്ടാവും, എന്ന രീതിയിലുള്ള പല മോഡലുകൾ വരുന്നുണ്ടാവും. അപ്പോൾ ഈ ക്യാമറ ടൈപ്സ് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടും IP, അനലോഗ്, PT സെറ്റ്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ PT സെറ്റ് ക്യാമറ, PIR ക്യാമറ, നമ്മുടെ മോഷൻ ഡിറ്റക്ഷൻ അധികമുള്ള ക്യാമറ, EXIR ക്യാമറ, അല്ലെങ്കിൽ WDR ബേസിലുള്ള ക്യാമറകൾ, അങ്ങനെ പല മോഡലുകൾ ക്യാമറകൾ വരുന്നുണ്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു നമ്പേഴ്സ് എന്നുള്ള സോർട്ട് ഓർഡർ ആണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് ആയിട്ട് കാണേണ്ട രീതിയിൽ ഒരു ഓർഡർ കൊടുത്തുള്ള നമ്പറാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പല മോഡലുകൾ ക്യാമറകൾ വരുന്നുണ്ട്. ഇനി റെക്കോർഡ് ടൈപ്സ് നോക്കി കഴിഞ്ഞാൽ NVR, DVR അതിലുള്ള അപ്പം നമുക്കിവിടെ ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇപ്പോൾ NVR തന്നെ 16 ചാനൽ, DVR 18 ചാനൽ, 8 ചാനൽ എന്ന രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും. സ്റ്റോറേജ് തന്നെ നമുക്കറിയാം 1 TB ഉണ്ട്, 2 TB ഉണ്ട്, 500 GB ഉണ്ട്, 4 TB ഉണ്ട്, ഇങ്ങനെ പല കാറ്റഗറിയിൽ വരുന്നുണ്ട്, പല ടൈപ്പിൽ വരുന്നുണ്ട്. കേബിളിംഗ് ആണെങ്കിൽ തന്നെ നമുക്ക് CAT6 ഉണ്ട്, അതുപോലെ തന്നെ 3+1 കേബിൾ വരുന്നുണ്ട്, ഫൈബർ കേബിൾ വരുന്നുണ്ട്. അങ്ങനെ കുറെ CAT6 തന്നെ പല കാറ്റഗറീസ് ഉണ്ടാവും. ഓക്കെ, പല കമ്പനീസ് വരുന്നുണ്ടാവും, ഡീലിംഗ് ആയാലും പല ടൈപ്സ് വരുന്നുണ്ടാവും. അങ്ങനെ ഓരോ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്സുകളായിരിക്കും നമുക്ക് ഇതിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ടെക്നിക്കൽ മാസ്റ്റേഴ്സ് എന്നാണ് സെക്ഷനിൽ കാണാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ഇപ്പോൾ CAT6 ആണ്, CAT6 എഡിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പേര് മാറ്റിയിട്ട് അതിന്റെ സോർട്ട് ഓർഡർ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉള്ളത്, അത് ഏതൊക്കെ ടൈപ്പിലാണെന്നുള്ളത് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് കിടക്കുന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാൻ ലെഫ്റ്റ് സൈഡിൽ നോക്കാം സെറ്റിംഗ്സ്. ഈ ഒരു സെറ്റിംഗ്സ് ആണ് കമ്പനി സെറ്റിംഗ്സ് ആണ്. നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സെറ്റിംഗ്സ് ആണ് കമ്പനി സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊട്ടേഷൻ ഡിസ്കൗണ്ട് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊട്ടേഷനിൽ നിങ്ങൾ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത്ര ഡിസ്കൗണ്ട്, ഇത്ര കാര്യങ്ങൾ, സെയിൽസ് എക്സിക്യൂട്ടീവ് ഇത്ര ഡിസ്കൗണ്ട് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഡാറ്റാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ബിസിനസിന്റെ നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ്, കമ്പനി നെയിം എന്താണ്, കമ്പനി ടൈപ്പ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ്. ഓണർ നെയിം, GST നമ്പർ, കമ്പനിയുടെ ലോഗോ, നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ അതിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനും, ബിസിനസിന്റെ മെയിൽ ID, അതുപോലെ തന്നെ ബ്രാഞ്ചുകൾ, പുതിയൊരു ബ്രാഞ്ച് വന്നു, ആ ബ്രാഞ്ച് നമുക്കൊരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്താ ബ്രാഞ്ച് പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ നമുക്ക് തീമൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ തീം മാറ്റാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ ലിങ്ക് ഇടുന്നെങ്കിൽ ഫേസ്ബുക്ക് ലിങ്ക്, ഇൻസ്റ്റാഗ്രാമിൽ ആ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഓവറോൾ എന്താണ്, കമ്പനി സെറ്റിംഗ്സ് ആണ്. നമ്മുടെ ഒരു സ്റ്റാഫുകൾക്കൊന്നും അസൈൻ ചെയ്ത് അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കേണ്ട ഒരു കാറ്റഗറി അല്ല, അല്ലെങ്കിൽ ഒരു ടാബ് അല്ല ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓണറിന് മാത്രം, അതായത് മാനേജറിന് മാത്രം ഉള്ള സെറ്റിംഗ്സ് ആണ് ഈ കമ്പനി സെറ്റിംഗ്സ് ആണ്. നിങ്ങളുടെ കമ്പനി ബേസിലുള്ള സെറ്റിംഗ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സെറ്റിംഗ്സ് ആയാലും ഈ സ്റ്റാഫ് ആയാലും ആദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ഭാഗമാണിത് പിന്നീട് എപ്പോഴെങ്കിലും. പക്ഷെ നമ്മൾ ആദ്യം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കും ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്പനി ബേസ് ചെയ്തിട്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ലോഗോ എന്താണോ ആ കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം ഈ ഒരു കമ്പനി സെറ്റിംഗ്സും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അത് ആ മാനേജർ റോളിൽ നിൽക്കുന്ന ആൾക്കായിരിക്കും ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ CRMലെ ഫസ്റ്റ് സെക്ഷൻസ് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും നിങ്ങളുടെ ഡാറ്റ അനുസരിച്ച്. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാഫ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ ആ ഡാറ്റയ്ക്ക് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ കമ്പനിയുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരും. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഭാഗം സെക്ഷൻസ് ഫുള്ള് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 3 കാറ്റഗറീസ് ആണുള്ളത്. 1 സിൽവർ, 2 ഗോൾഡ്, 3 ഡയമണ്ട്. ഇങ്ങനെ 3 കാറ്റഗറീസ് ആണ് ഈ എഡിക്ലിക്കിന്റെ BizCRMനുള്ളത്. ഞാൻ വിശദമായി പറഞ്ഞുതരാം. എഡിക്ലിക്ക് BizCRMന്റെ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സിൽവർ, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുള്ള സിൽവർ ഏകദേശം 5 യൂസേഴ്സിനായിരിക്കും നിങ്ങൾക്ക് ഇതിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. 5 യൂസേഴ്സ് വരെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയി കിട്ടും. ഓക്കെ, ഈ ഒരു സിൽവറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 പ്ലസ് GST ആയിരിക്കും ഇതിന്റെ ഒരു 1 ഇയറിനുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ഈ 1 ഇയർ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ വാങ്ങുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും അത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്കത് മീൻസ് റെഡിയാക്കി തരും, സോർട്ട് ഔട്ട് ചെയ്ത് തരുന്നതാണ്. ഈ 1 ഇയർ നിങ്ങൾക്ക് അതിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ 1 ഇയറിന് നമ്മൾ 10,000 പ്ലസ് GST ആണ് ഇതിന്റെ എമൗണ്ട് വരുന്നത്. ഈ 1 ഇയറിന് ശേഷം നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ റിന്യൂവൽ എമൗണ്ട് ആയിട്ട് 4,000 rupees ആണ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇതിൽ ഗോൾഡ് വരുന്നത്. അത് നിങ്ങൾക്ക് 10 to 12 യൂസേഴ്സ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അലോക്കേറ്റ് ചെയ്ത്
തരും നമ്മൾ. അത് ഗോൾഡ് ആണ് കാറ്റഗറി. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഡയമണ്ട് കാറ്റഗറി നിങ്ങൾക്ക് അൺലിമിറ്റഡ് സ്റ്റാഫ്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് നമ്മൾ ഡയമണ്ട് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഈ എഡ്ക്ലിക് ബിസ് CRMന്റെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു CRM പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഇനി നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു CCTV ഫീൽഡിലൊക്കെ ഉള്ള കമ്പനീസിനൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള സംഭവം തന്നെയാണ്. ആ ബേസിസിലാണ് ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബേസിക് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ വെച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണ്, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എന്താണ്, നിങ്ങളുടെ സ്റ്റാഫ് കാര്യങ്ങളുള്ള ഡാറ്റ അനുസരിച്ചായിരിക്കും ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഓവറോൾ നിങ്ങളുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു CRM എഡ്ക്ലിക് ബിസ് CRMന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ തീരുമാനം എന്താണോ അത് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.